പൗരസ്ത്യ കൽദായ സുറിയാനി സഭ വലിയ മെത്രാപ്പോലീത്ത മാർ അപ്രേം മെത്രാപ്പോലീത്ത തിരുമേനിക്ക് ഇന്ന് 84 വയസ്സ് പൂർത്തിയാവുകയാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ദൈവനിയോഗത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്ന തിരുമേനിയുമായി കൽദായ സുറിയാനി സഭ യൂട്യൂബ് ചാനൽ, കൽദായ മീഡിയ, ദൈവകരങ്ങളിലെ ഇടയ ജീവിതം എന്ന അഭിമുഖമായി വന്നിരിക്കുന്നു. ദൈവകരങ്ങളിലെ ഇടയ ജീവിതം എന്ന അഭിമുഖത്തിലേക്ക് അഭിമന്യ തിരുമേനിക്ക് സ്വാഗതം. 1940 കൽദായ സുറിയാനി സഭയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മഹാ ഇടയനായി ഉയർത്തപ്പെടേണ്ട വ്യക്തിത്വം ജനിച്ച വർഷം. ഗാനഗന്ധർവൻ യേശുദാസും മാർഷൽ ആർട്സ് വിദഗ്ധനുമായ ബ്രൂസ്ലിയും ജനിച്ച വർഷം. തിരുമേനിയുടെ വേദികളിലൊക്കെ തിരുമേനി ഈ 2 വ്യക്തിത്വങ്ങളെ ഉയർത്തി കാട്ടുക പതിവാണ്. അവരുടെ ഇടങ്ങളിലൊക്കെ അവരൊക്കെ ഉയരങ്ങൾ കീഴടക്കുവാനായിട്ട് സാധിച്ചു. ആധ്യാത്മികതയുടെ ഉയരങ്ങളിലേക്ക് തിരുമേനിയും നടന്നു കയറി. ഈ ആധ്യാത്മികതയുടെ പടവുകളിൽ തിരുമേനിക്ക് പ്രചോദനമായ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്ന് പറയാമോ തിരുമേനി? ഒരുപക്ഷെ ക്രിസ്തോസ് തിരുമേനിയെ ആളുകൾ പെട്ടെന്ന് എൻ്റെ അടുപ്പുകാരനായിട്ട് കണക്കാക്കുന്നുണ്ട്. തിരുമേനിക്ക് പരിതമുണ്ട്, എനിക്കും ആ പരിതം പകർന്നു കിട്ടിയിട്ടുണ്ട്. സംഭാഷണങ്ങളിലൊക്കെ ആ പരിതം പ്രതിഫലിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നു, നിങ്ങളത് പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ എൻ്റെ നിലയിൽ പരിതപ്രിയനായി തുടരുകയും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കഥയിൽ കൂടെയും മറ്റും പറയുകയും ചെയ്യുന്നുണ്ട്. അത് പലരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. എൻ്റെ പുസ്തകങ്ങളിൽ പലതും എപ്പോഴും പ്രതിഫലിച്ചു കാണുന്നത് ആ താല്പര്യങ്ങളുമാണ്. ഫലിതം ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ട് തോന്നും. ഇത് വെറും ഡ്രൈ അല്ല, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഫലിതത്തിൽ കൂടെ നമുക്ക് പ്രതിഫലിക്കാം. അത് മറ്റുള്ള ആളുകൾ അത് മനസ്സിലാക്കുന്നു, ഞാനും അത് മനസ്സിലാക്കുന്നു. ജോർജ് മൂക്കൻ എന്ന വിദ്യാർത്ഥിയിൽ നിന്ന് ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലിത്ത എന്ന ജീവിതത്തിലേക്കുള്ള ഫോർമുല എന്താണ് തിരുമേനി? ഞാനൊരു സാധാരണ ജീവിതമാണ് നയിച്ചത്. സുഹൃത്തുക്കളുമായി സംഭാഷിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവസാനം ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നു. സന്തോഷകരമായിരുന്നു.
എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനമുള്ളതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഠിന പ്രയത്നം, അധ്വാനം, ദൈവത്തിലുള്ള ആശ്രയം, ഏത് പ്രതിസന്ധികളെയും ദൈവശക്തിയിൽ തരണം ചെയ്യുവാനുള്ള ഒരു കഴിവ് ദൈവം തിരുമേനിക്ക് നൽകിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി തിരുമേനിയുടെ ജീവിതം പരിശോധിച്ചാൽ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സന്തോഷകരമായ അനുഭവമായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള യാത്രയിൽ ഇത് മറന്നു പോകാതെ, എൻ്റെ ലക്ഷ്യം മറന്നു പോകാതെ ഞാൻ മുന്നോട്ട് നീങ്ങി. പലരും അത് അപ്രിഷ്യേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് പരിതപ്രിയനായ തിരുമേനിയായിട്ട് ക്രിസ്തോസ്തുവും ഞാനും അറിയുന്നത്. തിരുമേനി ഈ ദൈവനിയോഗത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവമായുള്ള ആ ഇടപെടലുകൾ എങ്ങനെയാണ് തിരുമേനിക്ക് അനുഭവപ്പെട്ടുള്ളത്? ദൈവത്തെ കണ്ടുമുട്ടിയ നിമിഷങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ തിരുമേനി? ജീവിതം ഈ ലോകത്തിലാണ്. ഈ ലോകത്തിൽ കണ്ടുമുട്ടുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒക്കെ എങ്ങനെയാണ് നാം പ്രതിഫലിക്കുന്നത്, മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടുന്നത് എന്ന് നാം തന്നെ നിശ്ചയിക്കണം. അത് പരിധത്തോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചതുകൊണ്ട് അത് എനിക്ക് സന്തോഷകരമായി തോന്നി. അത് മറ്റുള്ളവർ മനസ്സിലാക്കി. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഈ ഫലിതം കയറി വന്നത്. അത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നുന്നു. 84 വയസ്സിനുള്ളിൽ ദൈവം ആരാണെന്ന് എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരുമേനിക്ക് എന്താണ് സഭാ മക്കളോട് പറയുവാനുള്ളത്? അത് വ്യത്യസ്തമായിരിക്കാം ഓരോരുത്തർക്കും അനുഭവങ്ങൾ. പക്ഷേ പരിധത്തോടുകൂടെ പോകുന്ന നമ്മുടെ ജീവിതത്തെ ആ റൂട്ടിൽ കൂടെ ഒന്ന് ചരിച്ചുവിടാൻ എല്ലാവർക്കും സാധിക്കും, മനസ്സുണ്ടെങ്കിൽ. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. കവി കുഞ്ഞുണ്ണി മാഷ് ഇപ്രകാരം പാടിയിട്ടുണ്ട്: വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. 70-ലധികം പുസ്തകങ്ങൾ രചിച്ച് എഴുത്തും വായനയും പ്രാണവായു പോലെ സ്വീകരിച്ച തിരുമേനിക്ക് വായനയെക്കുറിച്ച് യുവതലമുറയോട് പറയുവാനുള്ളത് എന്താണ്? വായന നല്ലതാണ്, കൂടുതൽ നമുക്ക് അറിവ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വായനയിൽ കൂടെ കൂടുതൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും. അത് നാം എത്രത്തോളം നല്ല പുസ്തകങ്ങൾ വായിക്കുന്നുവോ അത്രയ്ക്കും നല്ലതാണ്. പാട്ടെഴുത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് തിരുമേനി. കാൽവരി ക്രൂശെ നോക്കി ഞാൻ എന്ന ഗാനം ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഗാനമാണ്. ആ ഗാനം നിരവധി ഭാഷകളിലേക്ക് തിരുമേനി തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ പാട്ടെഴുത്തിൻ്റെ പ്രാധാന്യം അതെത്രത്തോളം തിരുമേനി സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്? ഞാൻ മാരാമൺ കൺവെൻഷന് പോകാറുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി.
അപ്പോൾ ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങി. ഇപ്പോൾ തർജ്ജമ ചെയ്യാൻ തുടങ്ങി. കാലൊരു കൃഷി നോക്കി ഞാനെന്നുള്ള പാട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അത് പല ഭാഷകളിലുണ്ട്. അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് ആ പാട്ട്, പക്ഷേ അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. അത് പാടുന്ന മറ്റുള്ളവരും എൻജോയ് ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഉപമകൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ സുവിശേഷീകരണത്തിൻ്റെ വഴികളിലൂടെ തിരുമേനി കഠിനമായി യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. മാത്രമല്ല, സുവിശേഷീകരണത്തിൽ നർമ്മം ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നർമ്മത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങളെ വിളിച്ചോതുവാനായിട്ട് തിരുമേനി ശ്രമിച്ചു. സുവിശേഷീകരണത്തിൽ ഈ നർമ്മത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് തിരുമേനിക്ക് ബോധ്യപ്പെട്ടത്? ഞാൻ പല സുഹൃത്തുക്കളെ കാണാൻ പോകും. അപ്പോൾ പ്രസംഗിക്കാൻ പറയും. അങ്ങനെ പ്രസംഗത്തിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പരിധത്തിൻ്റെ എല്ലാ വഴിയിൽ കൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. പാട്ടിനോട് താല്പര്യമുണ്ട്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് പ്രോത്സാഹനമായിട്ട് ഞാൻ എടുത്തു. ഒരു നർമ്മം പറയുന്നതിലൂടെ തിരുമേനി തന്നെ ആസ്വദിക്കുകയും ആ ആസ്വാദനം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വളരെ താല്പര്യമുളവാക്കുന്ന ഒരു രീതിയാണ് ഈ വഴികൾ. തിരുമേനി ഒരു ചോദ്യം കൂടി. 1000 പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട് ദൈവനിയോഗത്തിൻ്റെ വഴികൾ കൂടെ സഞ്ചരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായി ദൈവിക ദൗത്യം പൂർത്തീകരിച്ച് 84-ാം വയസ്സിൻ്റെ നിറവിൽ വന്നു നിൽക്കുമ്പോൾ എന്താണ് തിരുമേനിക്ക് തിരുസഭയോട് പറയുവാനുള്ളത്? ദൈവം തരുന്ന അവസരം നാം എപ്പോഴും ഉപയോഗിക്കണം. 84 വയസ്സ് എന്ന് പറയുന്നത് സാമാന്യം ഒരു ദീർഘമായ കാലഘട്ടമാണ്. അത് ദൈവം എനിക്ക് തന്നെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ടുള്ള സന്തോഷകരമായ വിധത്തിൽ സംഭാഷണത്തിൽ കൂടെ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പാട്ടും സംഭാഷണവും നർമ്മവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുക. 1000 പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട് ദൈവനിയോഗത്തിൻ്റെ കനൽ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവാശ്രയ ബോധത്തിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും സുവിശേഷീകരണത്തിൻ്റെ പാതകളിലൂടെ ദൈവജനത്തെ കൈപ്പിടിച്ച് നടത്തുവാനായിട്ട് സർവേശ്വരൻ സഹായിച്ചു. നിരവധി പുസ്തകങ്ങൾ രചിച്ച് പണ്ഡിത ലോകത്തിന് തന്നെ വിസ്മയമായി തിരുമേനി മാറിയിരിക്കുകയാണ്. പൗരസ്ത്യ കൽദായ സുറിയാന സഭയുടെ നാവ് എന്ന് തിരുമേനിയെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. തിരുസഭയുടെ ചരിത്രം ആധികാരികമായി പഠിക്കുമ്പോൾ തിരുമേനിയുടെ പുസ്തകങ്ങളെ മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല. 84-ാം വയസ്സിൻ്റെ നിറവിൽ തിരുമേനി വന്നെത്തി നിൽക്കുമ്പോൾ സർവേശ്വരൻ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി സഭയെ, ദൈവജനത്തെ
പ്രബോധിപ്പിക്കുവാനായിട്ട് തിരുമേനിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവകരങ്ങളിലെ ഇടയ ജീവിതം എപ്പോഴും തിരുമേനിക്ക് സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി തിരുമേനി. നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും വൈകാലത്ത് എനിക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് തരുന്നുണ്ട്. അത് വീണ്ടും പ്രതീക്ഷിക്കുകയും ഈ സഹകരണത്തോടുകൂടെ എന്തെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് ദൈവവിളിയുടെ നുകവുമേന്തി പ്രപഞ്ചത്തോട് സുവിശേഷം അറിയിക്കുവാൻ പുൽനാമ്പുകളെ ചവിട്ടിമെതിക്കാതെ ഓടിത്തളർന്ന് വിശ്രമജീവിതം നയിക്കുകയാണ് ഡോക്ടർ മാറപ്രേം മെത്രാപ്പോലീത്ത. ശാരീരിക അവശതകളെ അവഗണിച്ച് എൻ്റെ യഹോവ എനിക്ക് ചെയ്ത സകല നന്മകൾക്കും പകരമായി ഞാനെന്ത് ചെയ്യേണ്ടു? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും എന്ന് ഇടറിയ സ്വരത്തിൽ ആകാശങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. രണ്ടാം ബാല്യത്തിൻ്റെ പുത്തൻ ഉണർവുമായി തിരുമേനി ചക്രവാള സീമയിൽ ഉദിച്ച് ഉയരുകയാണ്. ദൈവിക ദൗത്യത്തിന് വിരാമം ഇല്ല എന്ന് തിരുമേനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.